ഹായ് ഓൾ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ജേർണിയിൽ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. സോ കഴിഞ്ഞ IOQM റിസൾട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈലത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 40ലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സന്തോഷം നമ്മൾ നിങ്ങളോട് പങ്കിടുവാണ്. സോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇക്ബാൽ സാറും അതേപോലെ തന്നെ നമ്മുടെ IOQM ക്വാളിഫൈ ചെയ്ത 40 പേരിൽ 11 പേരുമുണ്ട്. സോ ഇക്ബാൽ സാറിനെ കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഈ പേര് അത്രയും ഫെമിലർ ആയിരിക്കും. അതായത് പൊതുവേ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുവാണ് ഏത് ക്യാമ്പസിൽ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയുന്ന ആൻസർ IIT മദ്രാസ് എന്നായിരിക്കും. സോ IIT മദ്രാസിന് BTech ആൻഡ് MTech പാസ് ഔട്ട് ആയി നമ്മുടെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ജേർണിയിൽ മാത്രമല്ല എൻ്റെയോ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ് ഇക്ബാൽ സാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. സോ +1 ക്ലാസ്സുകളും ഡീൽ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒളിമ്പ്യാഡ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ IOQM ക്വാളിഫൈ ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഓൾ. സോ സർ, നമ്മുടെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ജേർണിയിൽ നമ്മളിപ്പം കഴിഞ്ഞ അക്കാദമിക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സർ എന്താ ഫീൽ ചെയ്തത്? നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ 40ലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞെല്ലാം 4 കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു 10 ടൈംസ് നമ്മൾ കിട്ടിയല്ലോ. അപ്പോൾ കേരളത്തിൽ അറൗണ്ട് ഒരു 200+ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കാകുമ്പോഴേക്കും നമ്മളിത് അറൗണ്ട് എന്താ പറയുക ഒരു 150 റേഞ്ചിലേക്കൊക്കെ എത്തിക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇപ്രാവശ്യം ഈ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വേറെ ബാച്ചുകളിലൊക്കെ ആയിട്ട് അറൗണ്ട് 40 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ ഇതിനേക്കാൾ അടിപൊളി റിസൾട്ട് ആക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് സാർ. നമ്മുടെ സൈലം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവർ ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് അഭിമാനപരമായിട്ടുള്ള കാര്യമാണ്. സോ IOQM റിസൾട്ട് വന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്തത് അസ്റ്റർ? റിസൾട്ട് നോക്കിയപ്പോഴുള്ള ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 6-7 മോക്ക് ടെസ്റ്റും പല മൊഡ്യൂളുകൾ ആയിട്ടുള്ള ക്ലാസ്സുകളും ബുക്ക്ലെറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ വന്നത്. അപ്പം അതിൻ്റേതായ ഒരു കോൺഫിഡൻസ് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നെ അത്ര ഹൈ സ്കോറിംഗ് ഇല്ലാന്നുണ്ടെങ്കിലും IOQM ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയതും റിസൾട്ട് നോക്കിയതും. പിന്നെ നമ്മുടെ ആപ്പിൽ തെൻസിൽ സാറെ, ജെറിൻ സാർ, ഇക്ബാൽ സാറൊക്കെ ക്ലാസ്സസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സസൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ജെയ്ക്കാണല്ലോ പ്രിപ്പയർ ചെയ്യണത്. അപ്പം ഈ IOQM എന്ന് പറഞ്ഞാൽ RMO പോലെ അല്ലല്ലോ, കുറച്ചുകൂടി JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു പ്രിപ്പറേഷനും ഇതിന് കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ JEE കോച്ചിങ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ IOQMലേക്ക് വരുന്ന സമയത്ത് ഈ +1 JEE വരെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും. ഉറപ്പായിട്ടും IOQMൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് വെൽ ഡിഫൈൻഡ് സിലബസ് ഒന്നും പറയാനില്ല. അവർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു പ്രീ കാൽക്കുലസ് ലെവൽ നോളജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ JEE ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ബേസിക് മാത്തമാറ്റിക്സ്, അതുപോലെ കോമ്പിനറ്റോറിക്സ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ഐഡിയ, കുറച്ച് സെറ്റ് തിയറി, പിന്നെ കുറച്ച് ആൾജിബ്ര, കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ഐഡിയാസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ JEEക്ക് ചോദിക്കാത്ത അല്ലെങ്കിൽ വളരെ റയറായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളും ഉണ്ട്. പ്ലെയിൻ ജോമെട്രിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രി ആയാലും ഈവൻ കോർഡിനേറ്റ് ജോമെട്രിയിലെ ഐഡിയാസൊക്കെ IOQMന് ഇവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോച്ചിങ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. അതിനുവേണ്ടി പ്രത്യേക മെറ്റീരിയൽസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഹാനി, നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് യൂസ്ഫുൾ ആയിരുന്നു. ആസ് വെൽ ആസ് ദുബൈ സാർ മെറ്റീരിയൽസും കൂടി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതും നല്ല യൂസ് ഉണ്ടായിരുന്നു. അതും റീസണാണ്. പിന്നെ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്തതോടുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനും ആസ് വെൽ ആസ് എക്സാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. സാർ, ഒരു കാര്യം പ്രത്യേകം ചോദിക്കാൻ വിട്ടുപോയി. അതായത് നമ്മൾ സാർ ഓൾറെഡി ഒളിമ്പ്യാഡ് എക്സാം ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു IOQM എക്സാം എഴുതുന്ന സമയത്ത് എന്താണ് ഇവർക്ക് മാറ്റം ഉണ്ടാവുക എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലും പാറ്റേണിലൊക്കെ? ഞാനൊരു 20 years ബാക്കാണ് RMO എഴുതിയത്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ ടോപ്പറായിരുന്നു. അതായത് ടോപ്പ് 5 റാങ്കിലുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസൊക്കെ കിട്ടാം. അപ്പോൾ അതിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് IOQM എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അന്ന് നേരെ RMO എഴുതാൻ പറ്റും. RMO എഴുതുന്നവർ അവർ പേപ്പറെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് ഇത് ഇവോൾവ് ചെയ്തു. പിന്നെ കുറച്ച് കാലം PRMO ഉണ്ടായിരുന്നു, പ്രീ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് വന്നു. പിന്നെ അതിന് ശേഷം കോവിഡ് കാലത്ത് ഇതെല്ലാം മെർജ് ചെയ്തിട്ട് വേറൊരു ടൈപ്പ് എക്സാം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പിന്നെ IOQM വന്നു. IOQM ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എക്സാം പോലെ നടത്തിയിട്ടാണ് ഇപ്പോഴത്തെ നടക്കുക. എനിക്ക് തോന്നുന്നു ഓഡിയൻസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ നോക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിൻ്റെ ഒരു അവയർനെസ് കുറവാണ്. കഴിഞ്ഞൊരു 30 വർഷത്തെ ഡേറ്റ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ്
ലെവലിൽ, അതായത് IMOയിലേക്ക് കേരളത്തിൽ നിന്ന് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തെത്തുന്ന കുട്ടികൾ വളരെ കുറവ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതൊക്കെ മാറ്റം വരാന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തത്. ഇപ്രാവശ്യം നല്ലൊരു അവയർനെസ് നമ്മൾ കേരളത്തില് തീർച്ചയായിട്ടും സാർ പറഞ്ഞ വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്ത സമയത്ത് പോലും ഒളിമ്പ്യാഡ് എക്സാം എന്താണെന്നുള്ളത് അറിയാത്ത, അല്ലെങ്കിൽ ഒളിമ്പ്യാഡ് ഏതൊക്കെ എക്സാംസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു. IOQM എക്സാം മാത്രമല്ല, ക്വാളിഫൈ ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് RMO എക്സാം എഴുതാൻ സാധിച്ചു. ഇപ്പൊ November 16th നിങ്ങളുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ RMO എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ജോഹൻ? ആദ്യം തന്നെ IOQM ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, RMO ഒരു സബ്ജക്റ്റീവാണ്. അതിൻ്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ട്. ആൻഡ് വെൽ IOQM ഇസ് മോർ GE ഓറിയൻറ്റഡ്. അപ്പോൾ നമുക്ക് GEനോട് പാരലായിട്ട് കുറച്ചൊക്കെ, നോട്ട് ഫുള്ളി ബട്ട് ദെൻ കുറച്ചൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ അങ്ങനെ കൊണ്ടുപോകാം. ബട്ട് ദെൻ RMO ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. RMO നമ്മൾ ഈവൻ CBSE ആൻഡ് ബോർഡ്സിനേക്കാളും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എഴുതുന്ന സ്റ്റെപ്സും CBSE എഴുതുന്ന സ്റ്റെപ്സും ഓൾ ദോ സ്റ്റെപ്സ് ആണ്. ബട്ട് ദെൻ ഇറ്റ്സ് മോർ ഓഫ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. നമ്മുടെ തലയിൽ സാധനം ഉണ്ടാവും, ബട്ട് ദെൻ അത് പേപ്പറിലേക്ക് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഐ ഫീൽ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ IOQM ആൻഡ് RMO. IOQM ലൈക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയും കിട്ടുമായിരിക്കും. RMO അതൊന്നും പറ്റില്ല. ഇറ്റ്സ് നോട്ട് ടോട്ടലി 0% ബേസ്ഡ് ഓൺ ലക്ക്. അപ്പം നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ബുദ്ധിയും ആൻഡ് വെൽ തലയിലുള്ളത് പേപ്പറിലേക്ക് എഴുതാനുള്ള ഇംഗ്ലീഷും ഇറ്റ്സ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വെൽ RMO ഇസ് ഒബ്വിയസ്ലി വേ മോർ ടഫ്. ലൈക്ക് 3 hours 6 questions ഉള്ളൂ. പിന്നെ എത്ര മാർക്സ് കിട്ടും, ലൈക്ക് ഹാഫ് എഴുതിയ ഹാഫ് മാർക്സ് കിട്ടുമോ, അങ്ങനെയൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റാം. സോ വെൽ മോസ്റ്റ് ഓഫ് us ഇവിടെ ഫസ്റ്റ് ടൈം ആണ്. ഇറ്റ് വാസ് ഒബ്വിയസ്ലി മോർ ഡിഫിക്കൽട്ട്. ബട്ട് ദെൻ നമുക്ക് സൈലമിൻ്റെ ഒത്തിരി മോക്ക് ടെസ്റ്റ്, ലൈക്ക് 6 or 7 മോക്ക് ടെസ്റ്റ്, ആൻഡ് ദെൻ നമുക്ക് മൊഡ്യൂൾസും കിട്ടി, നമുക്ക് കുറേ ക്ലാസ്സസ് കിട്ടി. ദേ വർ ഓൾ RMO സ്പെഷ്യലൈസ്. അപ്പോൾ അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി വി ഗെറ്റ് ദ റിസൾട്ട് ടു. അപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു RMO എക്സാമിൻ്റെ ഒരു ഡിഫറൻസിനെ കുറിച്ച്. നമുക്ക് അറിയുന്ന കാര്യമാണ്, സൊല്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. സെൻറ്റൻസ് ഒക്കെ കൂടുതലാണ്, സൊല്യൂഷൻ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ RMOൻ്റെ കട്ട് ഓഫും സാർ പറഞ്ഞായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് ശരിയാവുകയാണെങ്കിൽ നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സാർ എന്താണ് RMOയിലുള്ള ഡിഫറൻസ് സാറിന് ഇതിനടുത്ത്? ഇത് അവൻ പറഞ്ഞ പോലെ തന്നെ RMO ബേസിക്കലി ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അത് നമ്മൾ ലോജിക്കലി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ എക്സാമിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നമുക്ക് പല ആളുകളും നന്നായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാവും, തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ആൻസർ എങ്ങനെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടി പറ്റുന്ന ആ ഒരു സ്കില്ല് കൂടി അതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിയിട്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ പോലെ ഫുൾ ക്രെഡിറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പകുതി എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ബോർഡ് എക്സാമിലൊക്കെ കാണുന്ന ഒരു കാര്യം വെച്ചാൽ പകുതി എഴുതിയ പകുതി മാർക്ക്, അല്ലെങ്കിൽ കുറച്ച് ഫോർമുല എഴുതിയ കുറച്ച് മാർക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയ മാർക്ക്. ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതിയാൽ മാത്രമേ അതിന് ക്രെഡിറ്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ 50% ചെയ്തു എന്ന് വിചാരിച്ചാൽ പോലും 50% ഓഫ് ദ ക്രെഡിറ്റ് കിട്ടണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് അതിലുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ RMOയില്. അപ്പോൾ RMOയിലെ കട്ട് ഓഫ് എന്തായിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് ഇപ്പം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം IOQMൻ്റെ തന്നെ പല ആളുകളും പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ ഹയർ കട്ട് ഓഫ് ആണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. RMOൻ്റെ കട്ട് ഓഫ് എന്താണെന്ന് നമ്മൾ കണ്ടറിയാൻ തന്നെ വേണം. നമുക്ക് 17 മാർക്സ് അല്ലേ വരുന്നത്? ഏതൊരു തവണ 17 ആയിരുന്നു കട്ട് ഓഫ്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അറൗണ്ട് 17 മാർക്കായി തോന്നുന്നു അല്ലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ കൊല്ലം 1 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പരീക്ഷ ഭയങ്കര ടഫാണ് സമയത്ത് 1 മാർക്ക് കഴിഞ്ഞ മുന്നത്തെ കൊല്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം ഞാൻ എക്സ്പെക്ട് ചെയ്തത് അറൗണ്ട് 17ൻ്റെ അടുത്തേക്കൊക്കെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 17 മാർക്ക് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വേറെയുള്ള ചാനലുകൾ 2023 പോലെ സിമിലർ കട്ട് ഓഫ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കേരളത്തിൽ ജനറലി ഒരു കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് അല്ലേ. നമ്മളായിട്ട് തന്നെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ആളുകൾക്കൊരു കോമ്പറ്റീഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ആളുകൾ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൈലം സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ അവിടുത്തെ കുട്ടികളാണല്ലോ. ആ കുട്ടികൾക്ക് എല്ലാ പരീക്ഷകളും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ +2 പഠിച്ച് NDA ക്ലിയർ ചെയ്ത കുട്ടികളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ എക്സാമും ഇവരെ കൊണ്ട് എഴുതിക്കുക. ഇവർ പ്രൈമറിലി JE കുട്ടികളാണ്. JE കുട്ടികളാണെങ്കിലും അവർക്ക് എന്തൊക്കെ എക്സാംസ് അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എഴുതാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന് എഴുതാനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്, അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സൈലം സ്കൂളിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവര് ഓൾറെഡി സൈലം സ്കൂൾ സ്റ്റുഡൻസ് ആണ്. നമ്മൾ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സൈലം സ്കൂൾ പഠനമൊക്കെ? എങ്ങനെ പോകണു തീർത്ത? സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു നോർമൽ സ്കൂളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കൂളിൽ പഠനം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എൻട്രൻസിനും കൂടിയും അതിൻ്റെ ഒപ്പം പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇയർ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ നല്ല രീതിയിൽ നമുക്കതിന്
പഠിച്ചു തുടങ്ങാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ വീക്കിലി നമുക്ക് എക്സാംസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ മന്ത് കഴിയുമ്പോഴും GIBകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാമിനോടുള്ളൊരു പേടി പോവും. പക്ഷെ നമുക്ക് എക്സാംസ് എഴുതി ഒരു ശീലമാവും. അപ്പോൾ ക്യുമുലേറ്റീവ് എക്സാംസും വീക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസ് ഉണ്ട്. പിന്നെ നമുക്കൊരു എക്സാം കഴിഞ്ഞാലും ആ ഒരു പേപ്പർ നമുക്കൊരു പ്രോബ്ലം ഷീറ്റ് സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ എക്സാംസിലും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലാൻ. സർ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്ന സമയത്ത് മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും ഭയങ്കര പേടിയാണ്. ഇവർക്ക് ബോർഡ് എക്സാം ഉത്തരം തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായി ടെൻഷൻ അടിച്ചിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത്. സർ എന്താണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത്? കോമ്പറ്റീറ്റീവ് എക്സാം നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിലേ നമ്മളിപ്പോൾ നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടണമെന്ന് വിചാരിച്ചോ, IITകളിലോ അല്ലെങ്കിൽ എയിംസിലോ ഒക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾക്കായിട്ട് വളരെ ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻട്രൻസ് എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ പല കുട്ടികളും ചിന്തിക്കുക എന്താ വെച്ചാൽ +2 കഴിഞ്ഞിട്ട് കുറച്ച് സമയം പഠിക്കാം. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലിമിറ്റഡ് സമയം അവർക്കുള്ളൂ. +1 +2 മുഴുവൻ സമയം മുഴുവൻ പോർഷനും ഈ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പഠിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി 2 ഫുൾ ഇയർ കിട്ടുക ചെയ്യണം. അപ്പോൾ ഒരു പ്രഷർ ഇല്ലാതെ രീതിയിൽ തന്നെ ആ 2 വർഷം സ്പ്രെഡ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ അവർ ശരിക്കും ഇതിൽ എൻട്രൻസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ +1 +2 ഒരു പഠിക്കേണ്ട NCERT സിലബസ് തന്നെയാണ്. അപ്പോൾ അത് എൻട്രൻസ് ലെവലിൽ തന്നെ അവർ പഠിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ എക്സാംസ് എഴുതുന്നു. ആ എക്സാമിനോട് അവൾ പറഞ്ഞ പോലെ ഫെമിലിയറസ് ആവുന്നു. അതേപോലെ അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ശരിക്കും നമ്മളിവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ആക്ച്വലി ഇവിടേക്ക് വന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞത് സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നടത്തുന്ന നെസ്റ്റ് എക്സാമാണ്. അപ്പോൾ നെസ്റ്റ് എക്സാം വഴിയാണ് ഇവർക്ക് ഈ സത്യം പറഞ്ഞ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി നെസ്റ്റ് എക്സാം വരുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് മിസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കില്ലേ? ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അടുത്ത് പറയുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് പൊതുവെ ചോദിക്കാറുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് സൊസൈറ്റി ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വലുതിലേക്ക് എത്തുമ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സൈലം നെസ്റ്റ് എക്സാം നടത്താനുള്ള റീസൺ. അപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പോട് കൂടെ തന്നെ സൈലം സ്കൂളുകളിൽ പഠിക്കാനുള്ള ഒരു എക്സാമാണ് സൈലം നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 10th എല്ലാ കുട്ടികൾക്കും നെസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബോത്ത് സ്റ്റേറ്റ് ആൻഡ് CBSE സാധിക്കും. അപ്പോൾ മക്കളെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഈ കമ്മിങ് December 7th നമുക്ക് നെസ്റ്റ് എക്സാം നടത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ സൈലം സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇവരെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.